ഹായ് ഹലോ എല്ലാവർക്കും PSC ഓഡിയോ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിരുന്നത് അസ്ഥി വ്യവസ്ഥയെ പറ്റിയാണ്. അതിൽ 2 ക്ലാസ് കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ വന്ന മൂന്നാമത്തതാണ്. ഇതിൽ നമ്മൾ സന്ധികളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അസ്ഥിയുടെ ഭാഗമായിട്ട് വരുന്നതാണല്ലോ സന്ധികൾ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അസ്ഥിയുടെ മുഴുവൻ തരുണാസ്ഥികളാൽ നിർമ്മിതമായ ജീവികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് സ്രാവും തിരണ്ടിയുമാണ്. അസ്ഥിയുടെ മുഴുവൻ തരുണാസ്ഥികളാൽ നിർമ്മിതമായ ജീവികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? അത് സ്രാവും തിരണ്ടിയുമാണ്. അസ്ഥികളിൽ ഘർഷണം കുറയ്ക്കുന്ന അസ്ഥിയാണ് സന്ധികളിൽ ഘർഷണം കുറയ്ക്കുന്ന അസ്ഥിയാണ് തരുണാസ്ഥി എന്നറിയപ്പെടുന്നത്. അപ്പം സന്ധികളിൽ ഘർഷണം കുറയ്ക്കുന്ന അസ്ഥിയാണ് തരുണാസ്ഥി എന്നറിയപ്പെടുന്നത്. ഓക്കെ, സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഭാഗമാണ് ക്യാപ്സ്യൂൾ എന്നറിയപ്പെടുന്നത്. സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഭാഗമാണ് ക്യാപ്സ്യൂൾ. സൈനോവിയൽ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്ന സൈനോവിയൽ സ്തരമാണ് അല്ലേ. സൈനോവിയൽ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്നവരാണ് സൈനോവിയൽ സ്തരമാണ്. അസ്ഥിസന്ധിയിൽ ഘർഷണം കുറയ്ക്കാൻ സ്നേഹമായി പ്രവർത്തിക്കുന്ന ദ്രവം ഏതെന്ന് വെച്ചാൽ ഏതാണ്? അത് സൈനോവിയൽ ദ്രവമാണ്. അടുത്ത വിവിധ സൈനോവിയൽ സന്ധികളുടെ സവിശേഷതകളും അവയുടെ പ്രാധാന്യമാണ് അല്ലെങ്കിൽ സ്ഥാനമൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അടുത്ത് കീലസന്ധി. കീലസന്ധി എന്ന് പറയുന്നത് എന്താണ്? നാനാവശത്തേക്ക് തിരിയാൻ കഴിയുന്നതാണ് കീലസന്ധി എന്നറിയപ്പെടുന്നത്. നാനാവശത്തേക്ക് തിരിയാൻ കഴിയുന്ന സന്ധി ഏതെന്ന് വെച്ചാൽ ഏതാണ്? അത് കീലസന്ധിയാണ്. നാനാവശത്തേക്ക് തിരിയാൻ കഴിയുന്ന സന്ധി ഏതാണ്? കീലസന്ധിയാണ്. നാനാവശത്തേക്ക് തിരിയാൻ കഴിയുന്ന സന്ധി ഏതെന്ന് വെച്ചാൽ അതാണ് അത് കീലസന്ധിയാണ്. നട്ടെല്ലിൻ്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന ഭാഗവും, അതായത് അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? നട്ടെല്ലിൻ്റെ ആദ്യ കശേരുവുമായി തലയോട് ചേർന്ന ഭാഗമാണ് ഇതിൻ്റെ സ്ഥാനം എന്നറിയപ്പെടുന്നത്. അതായത് കീലസന്ധി എന്ന് പറയുന്നത് നാനാവശങ്ങളിലേക്ക് തിരിയാൻ കഴിയുന്നു. അതായത് നട്ടെല്ലിൻ്റെ ആദ്യ കശേരുവുമായി തലയോടിനോട് ചേരുന്ന ഭാഗത്തായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അടുത്ത വിജാഗിരി സന്ധി എന്ന് പറയുന്നത് എന്താണ്? വിജാഗിരി പോലെ ഒരു വശത്തേക്കുള്ള ചലനം മാത്രം സാധ്യമാകുന്നു. വിജാഗിരി സന്ധി എന്ന് പറയുന്നത് വിജാഗിരി പോലെ എന്ത് ചെയ്യുന്നു? ഒരു വശത്തേക്കുള്ള ചലനം മാത്രം സ്ഥാനമാകുന്നു. അത് കൈമുട്ടും കാൽമുട്ടുമാണ്. എവിടെയാണ്? കൈമുട്ടും കാൽമുട്ടും. അടുത്ത ഗോളാഗ്ര സന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോളാകൃതിയുള്ള അഗ്രഭാഗം കപ്പ് പോലുള്ള ഒരു കുഴിയിൽ ബന്ധിച്ചിരിക്കുന്നു. എല്ലാ തലങ്ങളിലുമുള്ള ചലനം നടക്കുന്നു. അപ്പോൾ ഗോളാഗ്രസന്ധി എന്ന് പറയുന്നത് എന്താണ്? ഗോളാകൃതിയിലുള്ള അഗ്രഭാഗം കപ്പ് പോലുള്ള ഒരു കുഴിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. എല്ലാ തലങ്ങളിലേക്കുമുള്ള ചലനം നടക്കുന്നതാണ് ഗോളാഗ്രസന്ധി. തോൾവലയം അതുപോലെ തന്നെ ഭുജാസ്ഥി എന്നിവ ചേരുന്ന സന്ധി, ഇടുപ്പല്, തുടയൽ എന്നീ ചേരുന്ന സന്ധികളിലൊക്കെ എന്ത് കാണപ്പെടുന്നു? ഈ ഗോളാഗ്രസന്ധി കാണപ്പെടുന്നു. തോൾവലയം, ഭുജാസ്ഥി എന്നിവ ചേരുന്ന സന്ധി, ഇടുപ്പല്, തുടയൽ എന്നിവ ചേരുന്ന സന്ധി എന്നീ ഭാഗങ്ങളിൽ കാണപ്പെടുന്നു. അടുത്ത തെന്നി നീങ്ങുന്ന അസ്ഥി എന്താണ്? 2 അസ്ഥികളുടെ ഏതാണ്ട് പരന്ന അഗ്രങ്ങൾ തമ്മിൽ തെന്നി നീങ്ങുന്ന തരത്തിലുള്ള അസ്ഥി ചെറുതായി ചലനം സാധ്യമാകുന്നു. അതെവിടെയാണ്? കൈക്കുഴിയും കാൽക്കുഴിയാണല്ലേ. കൈക്കുഴിയും കാൽക്കുഴിയിലൊക്കെ ഉള്ളത് എന്താണ്? തെന്നി നീങ്ങുന്ന അസ്ഥിയാണ്. അടുത്ത കോണീയ അസ്ഥി എന്ന് പറയുന്നത് എന്താണ്? രണ്ട് അക്ഷങ്ങൾക്ക് ചുറ്റും മാത്രം ചലനം സാധ്യമാകുന്ന അസ്ഥിയാണ് എന്തെന്നറിയപ്പെടുന്നത്? കോണീയ അസ്ഥി എന്നറിയപ്പെടുന്നത്. അതിന് ഉദാഹരണം എവിടെയാണ്? മണിബന്ധമാണ് അല്ലേ. മണിബന്ധം. കോണീയ അസ്ഥി എന്ന് പറയുന്നത് 2 അക്ഷങ്ങൾക്ക് ചുറ്റും മാത്രം ചലനം സാധ്യമാകുന്നു. അടുത്ത് പര്യാണസന്ധി എന്ന് പറയുന്നത് എന്താണ്? പര്യാണസന്ധി 2 അസ്ഥികൾ തമ്മിൽ ചേരുന്ന സന്ധിയിൽ ഒരു അസ്ഥിയുടെ അഗ്രം കോൺകേവ് ആകൃതിയിലുള്ള മറ്റേ അസ്ഥിയുടെ അഗ്രം കോൺവെക്സ് ആകൃതിയിലും ഒരു അസ്ഥി മറ്റേ അസ്ഥിയുടെ മേൽ തെന്നി നീങ്ങുന്നതുമായ ചലനം സാധ്യമാകുന്നതാണ് പര്യാണസന്ധി എന്നറിയപ്പെടുന്നത്. പര്യാണസന്ധി തള്ളവിരൽ കാർപ്പലിൻ്റെയും മെറ്റാകാർപ്പലിൻ്റെയും ഇടയിൽ, തള്ളവിരലിൽ കാർപ്പലിൻ്റെയും മെറ്റാകാർപ്പലിൻ്റെ ഇടയിൽ കാണപ്പെടുന്നതാണ് പര്യാണസന്ധി എന്നറിയപ്പെടുന്നത്. അപ്പോൾ വിവിധ സന്ധികൾ ഏതൊക്കെയാണ്? കീലസന്ധി, വിജാഗ്രസന്ധി, ഗോളാഗ്രസന്ധി, തെന്നി നീങ്ങുന്ന സന്ധി, കോണീയ സന്ധി, അതുപോലെ തന്നെ പര്യാണസന്ധി എന്നിവയാണ്. അടുത്തത് നമ്മൾ അസ്ഥിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ രോഗങ്ങൾ, തകരാറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അസ്ഥിക്ക് ഉണ്ടാകുന്ന ഒടിവിനെ പറയുന്നതാണ് അസ്ഥിഭംഗം എന്നറിയപ്പെടുന്നത്. അസ്ഥിവ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന ഒടിവിനെ പറയുന്ന പേരാണ് അസ്ഥിഭംഗം. അസ്ഥിക്ക് മാത്രം പൊട്ടലുണ്ടാകുന്നത് ലഘുഭംഗമാണ്. അസ്ഥിക്കുണ്ടാകുന്ന ഒടിവിനെ പറയുന്നതാണ് അസ്ഥിഭംഗം എന്നറിയപ്പെടുന്നത്. അസ്ഥിക്ക് മാത്രം ഉണ്ടാകുന്ന പൊട്ടലിനെ പറയുന്നതാണ് ലഘുഭംഗം. അസ്ഥിക്ക് ചുറ്റുമുള്ള മാംസത്തിന് മുറിവ് സംഭവിക്കുന്നതാണ് വിഷമഭംഗം. അസ്ഥിക്ക് ചുറ്റുമുള്ള മാംസത്തിന് മുറിവ് സംഭവിക്കുന്നതാണ് വിഷമഭംഗം. സാധാരണ അസ്ഥികളെ ബാധിക്കുന്ന ക്യാൻസർ ഏതാണ്? അത് ഓസ്റ്റിയോസാർക്കോമയാണ് കേട്ടോ. സാധാരണയായി അസ്ഥികളെ ബാധിക്കുന്ന ക്യാൻസർ ഏതെന്ന് വെച്ചാൽ അത് ഓസ്റ്റിയോസാർക്കോമയാണ് അസ്ഥികളെ ബാധിക്കുന്നത്. അടുത്ത ഓസ്റ്റിയോപെറോസിസ് എന്തൊക്കെയാണ് നോക്കാം. ഓസ്റ്റിയോപെറോസിസ് അസ്ഥി കോശങ്ങളുടെ എണ്ണത്തിലും ബലത്തിലും കുറവുണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപെറോസിസ് എന്നറിയപ്പെടുന്നത്. അസ്ഥി
കോശങ്ങളുടെ എണ്ണത്തിലും ബലത്തിലും ഉണ്ടാകുന്ന രോഗമാണ്. അതായത് കുറവുണ്ടാകുന്ന രോഗമാണ്. അസ്ഥി കോശങ്ങളുടെ എണ്ണത്തിലും ബലത്തിലും കുറവുണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ് എന്നറിയപ്പെടുന്നത്. ഓസ്റ്റിയോപൊറോസിസ് പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ പ്രായമായവരിൽ എന്താണ് ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ് എന്നറിയപ്പെടുന്നത്. എന്താണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്? അസ്ഥി കോശങ്ങളുടെ എണ്ണത്തിലും ബലത്തിലും കുറവുണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ് എന്നറിയപ്പെടുന്നത്. പ്രായമായവരിൽ ഈസ്ട്രജൻ്റെ ഹോർമോൺ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ് എന്നറിയപ്പെടുന്നത്. കാൽസ്യത്തിൻ്റെ കുറവ്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ്, വിറ്റാമിൻ ഡിയുടെ കുറവ് എന്നിവ കാരണമാണ് ഇതുണ്ടാകുന്നത്. കാൽസ്യത്തിൻ്റെ കുറവ്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ്, വിറ്റാമിൻ ഡിയുടെ കുറവ് എന്നിവ കാരണമാണ് എന്തുണ്ടാകുന്നത്? ഈ ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുന്നത്. കാൽസ്യത്തിൻ്റെ കുറവ്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ്, വിറ്റാമിൻ ഡിയുടെ കുറവ് എന്നിവ കാരണമാണ് ഇതുണ്ടാകുന്നത്. ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കാതിരുന്നാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ് എന്നറിയപ്പെടുന്നത്. ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കാതിരുന്നാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ്. ഇടുപ്പല്ല്, മണിബന്ധം, നട്ടെല്ല് എന്നീ ഭാഗങ്ങളിലാണ് ഓസ്റ്റിയോപൊറോസിസ് കൂടുതലായും ബാധിക്കുന്നത്. ഇടുപ്പല്ല്, മണിബന്ധം, നട്ടെല്ല് എന്നീ ഭാഗങ്ങളിലാണ് ഓസ്റ്റിയോപൊറോസിസ് കൂടുതലായും ബാധിക്കുന്നത്. എവിടെയാണ്? ഇടുപ്പല്ല്, മണിബന്ധം, നട്ടെല്ല് എന്നീ ഭാഗങ്ങളിലാണ് ഓസ്റ്റിയോപൊറോസിസ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് എന്താണ്? അസ്ഥി കോശങ്ങളുടെ എണ്ണത്തിലും ബലത്തിലും കുറവുണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ്. പ്രായമായവരിൽ ഈസ്ട്രജൻ്റെ ഹോർമോൺ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ്. കാൽസ്യത്തിൻ്റെ കുറവ്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ്, വിറ്റാമിൻ ഡിയുടെ കുറവ് എന്നിവ കാരണമാണ് ഇതുണ്ടാകുന്നത്. ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കാതിരുന്നാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗമാണിത്. ഇടുപ്പല്ല്, മണിബന്ധം, നട്ടെല്ല് എന്നീ ഭാഗങ്ങളെയാണ് ഓസ്റ്റിയോപൊറോസിസ് കൂടുതലായും ബാധിക്കുന്നത്. അടുത്ത് അസ്ഥി സ്ഥാനഭ്രംശം എന്താണെന്ന് നോക്കാം. സന്ധികളിലെ അസ്ഥികൾക്കുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് അസ്ഥി സ്ഥാനഭ്രംശം എന്നറിയപ്പെടുന്നത്. സ്ഥാനഭ്രംശം സംഭവിക്കാതെ അസ്ഥികളെ സന്ധിയിൽ ഉറപ്പിച്ച് നിർത്തുന്നത് എന്താണ്? സ്നായുക്കളാണ് അല്ലേ? സ്ഥാനഭ്രംശം സംഭവിക്കാതെ അസ്ഥികളെ സന്ധികളിൽ ഉറപ്പിച്ച് നിർത്തുന്ന ആരാണ്? സ്നായുക്കളാണ്. സ്ഥാനഭ്രംശം സംഭവിക്കാതെ അസ്ഥികളെ സന്ധികളിൽ ഉറപ്പിച്ച് നിർത്തുന്ന ആരാണ്? സ്നായുക്കളാണ്. അസ്ഥിഭ്രംശം ഉണ്ടാകുമ്പോൾ സ്നായുക്കൾ തകരാർ സംഭവിക്കുന്നു. അസ്ഥിഭ്രംശം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു? സ്നായുക്കൾക്ക് എന്ത് ചെയ്യുന്നു? തകരാർ സംഭവിക്കുന്നു. കഠിനമായ വേദന, നീർവീക്കം, ചലിപ്പിക്കാൻ പ്രയാസം എന്നിവയാണ് ലക്ഷണങ്ങൾ. കഠിനമായ വേദന, നീർവീക്കം, ചലിപ്പിക്കാൻ പ്രയാസം എന്നിവയാണ് എന്തിൻ്റെ ലക്ഷണങ്ങൾ? ഈ അസ്ഥി സ്ഥാനഭ്രംശത്തിൻ്റെ ലക്ഷണങ്ങൾ എന്നറിയപ്പെടുന്നത്. അസ്ഥിഭംഗം സംഭവിച്ച ഒരാളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് ഒടിഞ്ഞ ഭാഗങ്ങളിൽ ഇളക്കാതിരിക്കാൻ എന്താണ്? സ്പ്ലിൻറ്റ് ഉപയോഗിച്ച് കെട്ടുക എന്നാണ് ഉപയോഗിക്കുന്നത്. സ്പ്ലിൻറ്റ് ഉപയോഗിച്ച് കെട്ടുക. അടുത്ത് സന്ധിവാതം എന്താണ്? സന്ധികളിലെ അണുബാധ, പരിക്കുകൾ, പ്രായാധിക്യം എന്നിവ കാരണം തരുണാസ്ഥി വലയത്തിനുണ്ടാകുന്ന തകരാറാണ് സന്ധിവാതം എന്നറിയപ്പെടുന്നത്. അസ്ഥികളിലെ അല്ലെങ്കിൽ സന്ധികളിലെ അണുബാധ, പരിക്കുകൾ, പ്രായാധിക്യം എന്നിവ കാരണം തരുണാസ്ഥി വലയത്തിനുണ്ടാകുന്ന തകരാറാണ് സന്ധിവാതം. അസ്ഥികളിലെ അണുബാധ, പരിക്കുകൾ, പ്രായാധിക്യം എന്നിവ കാരണം എന്താണ്? തരുണാസ്ഥി വലയത്തിനുണ്ടാകുന്ന ഒരു തകരാറാണെന്നറിയപ്പെടുന്നത് സന്ധിവാതം എന്നറിയപ്പെടുന്നത്. അസഹനീയമായ വേദന, അസ്ഥികൾ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ എന്നിവ ഇത് കാരണം ഉണ്ടാകുന്നു. പരൽ രൂപത്തിൽ യൂറിക് ആസിഡ് അസ്ഥികളിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന വീക്കം രക്തവാതമാണ്. പരൽ രൂപത്തിൽ എന്ത് ചെയ്യുന്നു? പരൽ രൂപത്തിൽ യൂറിക് ആസിഡ് അസ്ഥികളിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന വീക്കമാണ് എന്തെന്നറിയപ്പെടുന്നത്? രക്തവാതം അഥവാ ഗൗട്ട് എന്നറിയപ്പെടുന്നത് എന്താണ്? പരൽ രൂപത്തിൽ യൂറിക് ആസിഡ് അസ്ഥികളിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ഒരു വീക്കമാണ് ഗൗട്ട് അല്ലെങ്കിൽ രക്തവാതം. അടുത്ത ഉളുക്ക് എന്താണ്? സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്നത് അറിയപ്പെടുന്നത് ഉളുക്കെന്നാണ്. സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്നതാണ് ഉളുക്കെന്നറിയപ്പെടുന്നത്. കഠിനമായ വേദന, നീർവീക്കം എന്നിവ ഉളുക്കുണ്ടാകുമ്പോൾ സംഭവിക്കുന്നവയാണ്. കുഴൽ പോലെ നീളമുള്ളതും വായു അറകളോടുകൂടിയും പൊള്ളയായതുമായ അസ്ഥികൾ കാണപ്പെടുന്ന പക്ഷികൾ കേട്ടോ. അടുത്ത പേശി വ്യവസ്ഥയെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശരീരചലനങ്ങൾ സാധ്യമാകുന്നത് പേശികളാണ്. ശരീരചലനങ്ങൾ സാധ്യമാക്കുന്നവരാണ് പേശികളാണ്. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി എന്നറിയപ്പെടുന്നത്. പേശികളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? മയോളജി. മനുഷ്യശരീരത്തിലെ ആകെ പേശികൾ എത്രയാണ്? 639 പേശികളാണ്. എത്ര പേശികളാണ്? 639 പേശികൾ. ഒരു ശിശുവിൻ്റെ ജനനശേഷം ആദ്യം വികാസം പ്രാപിക്കുന്ന ശരീരത്തിലെ പേശിയാണ് കഴുത്തിലെ പേശി എന്നറിയപ്പെടുന്നത്. ഒരു ശിശുവിൻ്റെ ജനനശേഷം ആദ്യം വികാസം പ്രാപിക്കുന്ന പേശി ഏതാണ്? അത് കഴുത്തിലെ പേശിയാണ്. കൈയിലെ പ്രധാന പേശികൾ ഏതാണ്? ബൈസ്പാസും
ട്രൈസ്പാസുമാണ്. ബൈസ്പാസും ട്രൈസ്പാസും കയ്യിലെ പ്രധാന പേശികളാണ് ബൈസ്പാസും ട്രൈസ്പാസും എന്നറിയപ്പെടുന്നത്. അടുത്ത വിവിധതരം പേശികൾക്ക് ഉദാഹരണം വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശിയാണ് ഹൃദയപേശി. വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശി ഏതാണ്? ഹൃദയപേശിയാണ്. വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശി ഏതാണ്? ഹൃദയപേശിയാണ്. ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശിയാണ് കൺപോളയിലെ പേശി. ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി ഏതാണ്? കൺപോളയിലെ പേശിയാണ്. ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് കൺപോളയിലെ പേശിയാണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ്? ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് അല്ലേ? മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതെന്ന് വെച്ചാൽ ഏതാണ്? അത് ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. അപ്പോൾ മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ്? ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ്? ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. ഏറ്റവും ചെറുതോ? ഏറ്റവും ചെറിയ പേശി സ്റ്റേപ്പീഡിയസ് ആണ് അല്ലേ? ഏറ്റവും ചെറിയ പേശി സ്റ്റേപ്പീഡിയസ് ആണ്. ഏറ്റവും ചെറിയ പേശി ഏതാണ്? സ്റ്റേപ്പീഡിയസ് ആണ്. ഏറ്റവും ചെറിയ പേശി സ്റ്റേപ്പീഡിയസ് ആണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശി ഏതാണ്? അത് സാർട്ടോറിയസ് ആണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശിയാണ് സാർട്ടോറിയസ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശി ഏതാണ്? സാർട്ടോറിയസ്. അപ്പം ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. ഏറ്റവും ചെറിയ പേശി സ്റ്റേപ്പീഡിയസ് ആണ്. ഏറ്റവും ചെറുത് സ്റ്റേപ്പീഡിയസ് ആണെങ്കിൽ മനുഷ്യശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശി ഏതാണ്? അത് സാർട്ടോറിയസ് ആണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശി ഏതാണ്? സാർട്ടോറിയസ്. ഏറ്റവും ബലിഷ്ഠമായ പേശി ഏതാണ്? അത് മസെറ്റർ ആണ്. മസെറ്റർ. ഏറ്റവും ബലിഷ്ഠമായ പേശിയാണ് മാസെറ്റർ അല്ലേ? അപ്പം ഏറ്റവും ബലിഷ്ഠമായ പേശിയാണ് മാസെറ്റർ. അപ്പം ഏറ്റവും ബലിഷ്ഠമായ പേശി ഏതാണ്? മാസെറ്റർ. പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം. പേശികളില്ലാത്ത അവയവം ഏത് പേരിൽ അറിയപ്പെടുന്നു? ശ്വാസകോശം എന്ന പേരിൽ അറിയപ്പെടുന്നു. ശ്വാസകോശത്തിൽ എന്തില്ല? പേശികൾ ഇല്ല. ഓക്കെ.